ഹായ്. ഡൈനിങ് ഏരിയയിൽ വെച്ച് അനീഷിന്റെ കള്ളത്തരങ്ങൾ പൊളിച്ചടുക്കിയിരിക്കുകയാണ് ഷാനവാസ്. അതായത് അവിടെ വെച്ച് ആദില, നൂറ, അതുപോലെ ശാരിക ഇവർ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാവുന്നു. ആ വിഷയത്തെക്കുറിച്ച് പിന്നീട് അനീഷ് ഷാനവാസിനോട് സംസാരിക്കുന്നു. അതായത് ആ വഴക്ക് കഴിഞ്ഞതിന് ശേഷം അനീഷ് ഷാനവാസിനോട് സംസാരിക്കുന്നു. മറ്റുള്ളവരുടെ വിഷയത്തിൽ ആവശ്യമില്ലാതെ ഇടപെടാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഷാനവാസിനോട് അനീഷ് സംസാരിക്കുന്നു. അവിടെ ഷാനവാസ് തിരിച്ചു ചോദിക്കുന്നു, നീയല്ലേ ഇടപെട്ടത്, ഞങ്ങളാണോ ഇടപെട്ടത്? ആദ്യം അതിൽ ഇടപെട്ട വ്യക്തി നീയാണ് അവരോട് പറഞ്ഞത് ഡൈനിങ് ടേബിളിൽ ഇത്തരം ചർച്ചകൾ പാടില്ല എന്നുള്ള രീതിയിൽ നീയാണ് ആദ്യമായി സംസാരിച്ചത്. അപ്പൊ ശാരിക നിന്നോട് പറഞ്ഞു, ഓ നീ അങ്ങനെ ചെയ്യാത്തൊരു വ്യക്തിയാണ് അല്ലേ, നീ ആദ്യം വാ അടച്ച് മിണ്ടാതിരിക്കുക എന്ന് നിന്നോട് പറഞ്ഞു. അപ്പോഴാണ് നീ മിണ്ടാതിരുന്നത്. അതായത് ആ വിഷയത്തിൽ നീയാണ് ആദ്യം ഇടപെട്ടത്. എന്നിട്ട് നീ ഞങ്ങളോട് പറയുന്നു അതിൽ ഇടപെടാൻ പാടില്ല എന്ന്. നിനക്ക് എന്ത് നിലപാടാണ് അനീഷ ഉള്ളത്? നീ ഇങ്ങനെ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കില്ലേ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. അവിടെ അനീഷിന് ഉത്തരവില്ല. കാരണം അനീഷാണ് ആദ്യം ഇടപെട്ടത്. അതിനുശേഷം അനീഷ് തന്നെ പറയുന്നു അതിൽ ഇടപെടാൻ പാടില്ല എന്ന്. അപ്പോൾ ഷാനവാസ് കൃത്യമായി പറയുന്നു, നീയാണ് ആദ്യം ഇടപെട്ടത്, അതിനുശേഷം നിന്റെ വാ ശാരിക അടപ്പിച്ചു. ഇപ്പോൾ നീ ഞങ്ങളോട് പറയുന്നു അതിൽ ഇടപെടാൻ പാടില്ല എന്ന്. അതിൽ എന്ത് അർത്ഥമാണോ ഉള്ളത്? നീ ഫേക്ക് ആയിട്ടല്ലേ ഇവിടെ നിൽക്കുന്നത് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. അപ്പോൾ ഫേക്ക് എന്ന വാക്കേ എനിക്ക് കേൾക്കുന്നത് ഇഷ്ടമല്ല, അതെന്താണ് ഷാനവാസ് നിങ്ങൾ അങ്ങനെ പറയുന്നത് എന്ന് പറയുന്നു. അപ്പോൾ ഷാനവാസ് പറയുന്നൊരു കാര്യമുണ്ട്, ശരിയാണ്, നീ ഫേക്കായി നിൽക്കും, നിനക്ക് ഫേക്ക് എന്ന വാക്ക് കേൾക്കുന്നത് ഇഷ്ടമല്ല. നീ ഇവിടെ സ്ട്രാറ്റജി യൂസ് ചെയ്യും, പക്ഷെ സ്ട്രാറ്റജി എന്താണെന്ന് പോലും നിനക്കറിയില്ല, ആ വാക്ക് കേൾക്കുന്നത് നിനക്ക് ഇഷ്ടമല്ല. നീ ഇവിടെ മനഃപൂർവ്വമായി കണ്ടന്റുകൾ കൊടുക്കും, എന്നിട്ട് കണ്ടന്റ് എന്ന വാക്ക് എന്താണെന്ന് പോലും നിനക്കറിയില്ല. ക്യാമറയ്ക്ക് മുന്നിൽ പോയി അഭിനയിക്കുന്നത് നിനക്ക് ഒട്ടും താല്പര്യമില്ല, അതെന്താണെന്ന് പോലും നിനക്കറിയില്ല. പക്ഷെ ആരെങ്കിലും ക്യാമറ മറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നീ പ്രശ്നമുണ്ടാക്കും. അതായത് നീ ക്യാമറ സ്പേസിന് വേണ്ടി ഇവിടെ കളിക്കുന്നു, പക്ഷെ ക്യാമറയ്ക്ക് വേണ്ടി കളിക്കുന്നില്ല എന്നുള്ള രീതിയിൽ നീ സംസാരിക്കും. ഇതെല്ലാം ഓരോ വിഷയങ്ങളായിട്ട് ഷാനവാസ് എടുത്തിട്ടുകൊണ്ടേയിരിക്കുന്നു. അവിടെയും ഈ പറയുന്ന അനീഷിന് ഉത്തരമില്ല. തീർച്ചയായും ഷാനവാസ് പറഞ്ഞ ഓരോ കാര്യങ്ങളും കറക്റ്റാണ്. ഇതിനിടയിൽ ഒരു കാര്യം കൂടി ഷാനവാസ് ചോദിക്കുന്നുണ്ട്, നീ എനിക്കൊരു കാര്യത്തിന് ഉത്തരം തരണം. അതായത് നീ ഇവിടെ നിന്ന് ഇറങ്ങിയ ശേഷം നീ ആദ്യം നിന്റെ അനിയനെയാണ് വിളിക്കുക എന്ന് നീ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അനിയനോട് ചോദിക്കുന്ന ചോദ്യം ഇതായിരിക്കും, അതായത് എനിക്ക് നാട്ടിലേക്ക് വരാൻ പറ്റുമോ, നാട്ടുകാർ എന്നെ മോശമായ രീതിയിൽ കണ്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ആദ്യം ചോദിക്കുക എന്ന് അനീഷ് മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഷാനവാസ് ചോദിക്കുന്നത്. അപ്പോ നാട്ടുകാർ നിന്നെ മോശമായി കാണാൻ മാത്രം നീ എന്ത് തെറ്റാണ് ഇവിടെ ചെയ്തത്, അതെന്താണ് എന്ന് പറഞ്ഞു തരണം. അങ്ങനെ ഒരു തെറ്റ് നീ ചെയ്തിട്ടില്ല എങ്കിൽ പിന്നെ എന്തുകൊണ്ട് നീ അങ്ങനെ ഒരു ചോദ്യം അനിയനോട് ചോദിക്കും എന്ന് പറഞ്ഞത്? ഇത് കറക്റ്റായിട്ടൊരു ചോദ്യമാണ്. അവിടെ അനീഷിന് ഉത്തരവില്ല. നീ ചോദിച്ചോ ഷാനവാസെ, നീ ചോദിച്ചോ എന്നുള്ള രീതിയിൽ അനീഷ് പറയുന്നു. അപ്പൊ ഷാനവാസ് പറയുന്നു, നീ എനിക്ക് ഉത്തരം താ, എന്തുകൊണ്ട് നീ അനിയനോട് അങ്ങനെ ചോദിക്കുന്നു? അപ്പോൾ നീ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട്, ആ തെറ്റ് എന്താണ് എന്ന് ചോദിക്കുന്നു. അവിടെ അനീഷിന് ഉത്തരവില്ല. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അനീഷ് പറയുന്നു. പിന്നെ എന്തുകൊണ്ട് നീ അനിയനെ വിളിച്ച് അങ്ങനെ ചോദിക്കണം? അതിന്റെ ആവശ്യം എന്താണ്? അപ്പോൾ നീ പ്രേക്ഷകരെ മണ്ടന്മാരാക്കാൻ വേണ്ടി, തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങളും ചെയ്യുകയാണ്. നീ കൃത്യമായി ആൻസർ താ, ഞാൻ ഓക്കെ ആവാം. നിനക്ക് എന്റെ പെരുമാറ്റത്തിൽ വല്ല സംശയം ഉണ്ടെങ്കിൽ നീ എനിക്ക് എന്നോട് ചോദിക്കാം, ഞാൻ കൃത്യമായിട്ടുള്ള ആൻസർ നിനക്ക് തരാം. പക്ഷെ നീ എനിക്ക് ആൻസർ തരുന്നില്ല. തരുന്ന ആൻസർ ഫുൾ നുണയാണ്, ഉടായ്പാണ് എന്നുള്ള രീതിയിൽ ഷാനവാസ് സംസാരിക്കുന്നു. തീർച്ചയായും ഷാനവാസ് ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റാണ്. അനീഷ് അവിടെ കുടുങ്ങിപ്പോയി ഒരക്ഷരം പോലും മിണ്ടാൻ പറ്റാതെ അങ്ങനെ ഇരിക്കുകയാണ്. ഷാനവാസ് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഷാനവാസ് പൊളിച്ചടുക്കിയിട്ടുണ്ട്. അനീഷിന്റെ കള്ളത്തരങ്ങൾ കൃത്യമായി തുറന്നു കാണിക്കുന്നുണ്ട്. അനീഷ് എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് പറ്റും അതിലൂടെ. ആ ഒരു ചോദ്യത്തിന് പോലും അനീഷിന് ഉത്തരമില്ല. ഷാനവാസിന് മുന്നിൽ ഉത്തരം മുട്ടി അങ്ങനെ ഇരിക്കുകയാണ്. അനീഷിന്റെ കുറച്ച് അന്തം ഫാൻസിന് അത് മനസ്സിലാവില്ല. ഫ്രണ്ട്ഷിപ്പിൽ ചതി കാണിച്ചു, അനീഷിനെ ചതിക്കാൻ നോക്കി എന്നുള്ള രീതിയിൽ പല അനീഷ് ഫാൻസും പറയും. പക്ഷേ ഷാനവാസ് ചോദിച്ച ചോദ്യങ്ങളെല്ലാം കറക്റ്റായിരുന്നു. അവിടെ ഒരു ഉത്തരം പോലും ഷാനവാസിന് മറുപടിയായി അനീഷിന് കൊടുക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.